ഇസ്രയേൽ സംഘർഷം അതിരൂക്ഷമായിരിക്കുന്ന സ്ഥിതിയാണ്. ഇന്ന് ഈ ഏറ്റുമുട്ടലിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയാണ്. ആരാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയും US പ്രസിഡന്റും പ്രധാന ലക്ഷ്യമായി പറയുന്ന ആയത്തുള്ള അലി ഖമേനി എന്നറിയാമോ? ഇദ്ദേഹമാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ നെടുംതൂണ്. ഇറാന്റെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കുന്നതും അതിലുപരി അവിടെ നിലനിൽക്കുന്ന ഭരണകൂടത്തെ അട്ടിമറിക്കുകയുമാണ് ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് പറയുന്നത്. എന്നാൽ ഇത് ഇസ്രയേലിന് കഠിനമായ ജോലി തന്നെയാണ്. മാത്രമല്ല, ആ ദൗത്യത്തിന് ഇസ്രയേലിനുള്ള പ്രധാന തടസ്സം ഖമേനിയാണ്. അതായത് കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഇദ്ദേഹമാണ് ഇറാനെ നിയന്ത്രിക്കുന്ന കരുത്തുള്ള നേതാവ്. ഇസ്ലാമിക വിപ്ലവകാരിയിൽ നിന്നും പരമോന്നത നേതാവിലേക്കുള്ള അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ഇറാൻ ചരിത്രം തന്നെ നമുക്ക് മനസ്സിലാകും. 1939 കിഴക്കൻ ഇറാനിലെ ഒരു തീർത്ഥാടന നഗരമായ മഷാദ് എന്ന സ്ഥലത്തെ ഒരു വിശ്വാസ കുടുംബത്തിലാണ് ഖമേനി ജനിക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം ഇറാനിൽ ആരംഭിച്ച ഷാ വിരുദ്ധ ഇസ്ലാമിക വിപ്ലവത്തിൽ പങ്കാളിയായി സജീവമായി ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് പല വിപ്ലവ പോരാട്ടങ്ങളിൽ പങ്കെടുത്തിരുന്നു. ആദ്യമായി അദ്ദേഹം അറസ്റ്റിലാകുന്നത് 1962 തന്റെ 23ാമത്തെ വയസ്സിലാണ്. അതും പലസ്തീൻ ലക്ഷ്യത്തെ പിന്തുണച്ചതിന്. ഇറാനിലെ അവസാനത്തെ ഷാ ഭരണാധികാരി എന്ന് പറയുന്നത് മുഹമ്മദ് റസ പഹ്ലായായിരുന്നു. ആ സമയത്തും അദ്ദേഹം പലതവണ അറസ്റ്റിലായിട്ടുണ്ട്. മാത്രമല്ല, അമേരിക്കൻ പിന്തുണയോടെ ഭരിച്ചിരുന്ന ഏകാധിപതിയായ ഷാ 3 വർഷത്തേക്ക് ആയത്തുള്ള അലിയെ നാടുകടത്തുകയും ചെയ്തിട്ടുണ്ട്. അവിടെയൊന്നും തളർന്നില്ല ആ നേതാവിന്റെ പോരാട്ടം. ഇസ്ലാമിക വിപ്ലവത്തിന് നേതൃത്വം നൽകുകയും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സ്ഥാപിക്കുകയും ചെയ്ത ആയത്തുള്ള റൂഹുല്ല ഖമേനിയുടെ അടുത്ത അനുയായിയായി ആയത്തുള്ള അലി ഖമേനി വളർന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതായത് പ്രതിപക്ഷ നിരയിൽ നിന്നും അതിവേഗം തന്നെ മുന്നിലേക്ക് ഉയർന്നു വന്നു. പിന്നെ ഷായെ വീഴ്ത്തി ഇറാനിൽ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിച്ചു. അതോടുകൂടി അദ്ദേഹം അതിലെ പ്രധാനിയായി മാറി. അദ്ദേഹം 1980കളിൽ ഇറാന്റെ പ്രസിഡന്റ് പദത്തിലുണ്ടായിരുന്നു. പിന്നീട് 1989 ആയത്തുള്ള റൂഹുല്ല ഖമേനി അന്തരിക്കുകയും ചെയ്തു. തുടർന്നാണ് ആരാണ് അടുത്ത ആയത്തുള്ള ബഹുമതി നേടാൻ അർഹൻ എന്ന ചർച്ചയും നടന്നു. അങ്ങനെ ആയത്തുള്ള അലി ഖമേനി ഇറാന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കുകയായിരുന്നു. അതോടെ ഇറാന്റെ പരമാധികാരം അദ്ദേഹത്തിന്റെ കൈകളിൽ ഭദ്രമായി നിന്നു. ഇറാനുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും അന്തിമ തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഒരേയൊരാളാണ് അദ്ദേഹം. മാത്രമല്ല, രാജ്യത്തിന്റെ രാഷ്ട്രീയ സൈനിക സുരക്ഷാ സംവിധാനങ്ങളുടെ നിയന്ത്രിതാവ് കൂടിയാണ് ആയത്തുള്ള അലി. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ വളർച്ചയിലും ഇറാന്റെ വളർച്ചയിലും വിയോജിപ്പുകളെ അടിച്ചമർത്തി കൃത്യമായ ഒരു അടിത്തറ ഒരുക്കി. പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിന്റെ അധികാരം എന്ന് പറയുന്നത് പരിധികളില്ലാത്തതാണ്. ഇറാന്റെ പരമോന്നത നേതാവ് എന്ന നിലയിൽ ആയത്തുള്ള ഖമേനി ഭരണകൂടത്തിന്റെ എല്ലാ വിഭാഗങ്ങൾക്കും മുകളിലാണ്. അദ്ദേഹമാണ് ജുഡീഷ്യറി, സ്റ്റേറ്റ് മീഡിയ, പ്രധാന സുരക്ഷാ ഏജൻസികൾ എന്നിവയുടെ തലവന്മാരെ നിയമിക്കുന്നത്. മാത്രമല്ല, ഖമേനിയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആർക്കൊക്കെ മത്സരിക്കാമെന്ന് പോലും തീരുമാനിക്കുന്നത്. ഇവിടുത്തെ ഇസ്ലാമിക ഭരണവ്യവസ്ഥയുടെ കാവൽക്കാരനായി അറിയപ്പെടുന്നതാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ്. അതിന്റെ തലവനും അദ്ദേഹം തന്നെയാണ്. കൂടാതെ മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള ഇറാന്റെ വിദേശ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും മേൽനോട്ടം നടത്തുന്നതും ഖമേനിയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇറാന്റെ വിദേശ സൈനിക നയങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം അദ്ദേഹത്തിനാണ്. ഇറാൻ പുലർത്തുന്ന കടുത്ത വിദേശ നയത്തിനു പിന്നിൽ ഖമേനിയാണ്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ, ഇസ്രയേൽ, സൗദി സ്വാധീനത്തിന് വഴങ്ങാതെ ഇറാൻ നിലകൊള്ളുന്നതിന് കാരണവും ഇത് തന്നെയാണ്. ഖമേനി തന്ത്രമായിരുന്നു ലബനൻ മുതൽ യമൻ വരെ വ്യാപിച്ചു കിടക്കുന്ന നിഴൽ സേനകളുടെ ഒരു ശൃംഖല. അവരെ പരിശീലിപ്പിക്കുകയും അവർക്ക് ആയുധങ്ങൾ നൽകുന്നതും പോരാട്ട തന്ത്രത്തിന്റെ ഭാഗമാണ്. ആയത്തുള്ള ഖമേനിയുടെ നീക്കങ്ങൾ വളരെ സൂക്ഷ്മമായാണ് നടക്കുന്നത്. അതിനാൽ തന്നെ ഇസ്രയേൽ ആക്രമണം തുടങ്ങുകയും ട്രംപ് ഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഖമേനി എന്തെങ്കിലും നീക്കം നടത്തുകയാണെങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.